പത്തനാപുരം കൊടുമണ്ണിൽ വർക്ക്ഷോപ്പിൽ കിടന്ന കാർ ഡീസൽ ഒഴിച്ച് കത്തിക്കാൻ ശ്രമം നടന്നു. പിന്നിൽ മദ്യപ സംഘമെന്ന് സംശയം. ബൈക്കുകൾക്കും മറ്റു വാഹനങ്ങൾക്കും കേടുപാട് വരുത്തി. എ വി ജയശങ്കർ ചേരുന്നു പത്തനംതിട്ടയിൽ നിന്ന്. ജയശങ്കർ, എപ്പോഴാണ് ഈ സംഭവം? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എസ് കെ. കഴിഞ്ഞ ദിവസം രാത്രി ഇരുട്ടിൻ്റെ മറവിലാണ് ഇത്തരത്തിൽ മധ്യമ സംഘം വർക്ക്ഷോപ്പിലെത്തുകയും അവിടെ ഉണ്ടായിരുന്ന കാർ ഉൾപ്പെടെ തീയിട്ട് നശിപ്പിക്കാനുള്ളൊരു ശ്രമം നടത്തുകയും ചെയ്തത്. കാറിൽ ഡീസൽ ഒഴിച്ചുകൊണ്ട് കത്തിക്കാനുള്ളൊരു ശ്രമമാണ് ഈ ഒരു സംഘം നടത്തിയത്. എന്തായാലും ഈ ശ്രമം ഏറെക്കുറെ പരാജയപ്പെട്ടു എന്നാണ് മനസ്സിലായത്. ഈ കാറിന് ഭാഗികമായ കേടുപാടുകളുണ്ട്. ഒപ്പം തന്നെ ഈ വർക്ക്ഷോപ്പിൽ സൂക്ഷിച്ചിരുന്ന ബൈക്കുകളും ഒപ്പം തന്നെ മറ്റ് വാഹനങ്ങൾക്കും ഇത്തരത്തിൽ സംഘം കേടുപാടുകൾ വരുത്തിയിട്ടുണ്ട്. ഈ കൊടുമൺ പോലീസ് സ്റ്റേഷന് മുന്നിലുള്ള അടുത്തുള്ള ഒരു വർക്ക്ഷോപ്പിലാണ് ഇത്തരത്തിൽ പോലീസിൻ്റെ കൺമുന്നിലാണ് ഇത്തരത്തിലൊരു മധ്യമ സംഘത്തിൻ്റെ അഴിഞ്ഞാട്ടം എന്നതും വളരെ ശ്രദ്ധേയമാണ്. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട് കൊടുമൺ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ വർക്ക്ഷോപ്പ് ഉടമ പോലീസ് ഉൾപ്പെടെ പരാതി നൽകിയിട്ടുണ്ട്. എന്ത് സുരക്ഷിതത്തിൽ ഇത്തരത്തിൽ ജോലി ചെയ്യാൻ സാധിക്കുമില്ലെങ്കിൽ വാഹനങ്ങൾ ഇവിടെ സൂക്ഷിക്കുമെന്നൊരു ചോദ്യമാണ് ഇദ്ദേഹം ഉന്നയിക്കുന്നത്. എന്തായാലും സാമൂഹ്യ വിരുദ്ധർ തന്നെയാണ് ഇതിന് പിന്നിലെന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും കാറിനുൾപ്പെടെ ഒരു വലിയ തോതിലുള്ള കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഒപ്പം ബൈക്കുകളും മറ്റു വാഹനങ്ങളും നശിപ്പിക്കാനുള്ളൊരു ശ്രമം കഴിഞ്ഞ ദിവസം രാത്രി ഈ വർക്ക്ഷോപ്പ് കേന്ദ്രീകരിച്ച് നടന്നിട്ടുണ്ട്. എന്തായാലും സംഭവത്തിൽ കൃത്യമായ ഒരു അന്വേഷണം പോലീസിൻ്റെ ഭാഗത്ത് ഉണ്ടാകണം. ഈ കുറ്റക്കാരാരാണെങ്കിലും കണ്ടെത്തുകയും വേണം. കാരണം ഈ ജീവനക്കാരൻ, ഈ വർക്ക്ഷോപ്പുകാരൻ കൃത്യമായി ഈ വർക്ക്ഷോപ്പ് കൊണ്ട് ജീവിക്കുന്നതാണ്. അയാളുടെ ഉപജീവനം തന്നെ മുടക്കുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനമാണ് ഇത്തരത്തിലുള്ള സാമൂഹ്യ വിരുദ്ധരുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. എസ് കെ, താങ്ക് യു. എ വി ജയശങ്കറാണ് വിവരങ്ങളുമായി കൊടുമണ്ണിലെ സംഭവം നമ്മോട് വിവരിച്ചത്.